ഇന്ത്യയുടെ മതേതര ഗാത്രത്തിൽ ഉണങ്ങാത്ത മുറിവും രാഷ്ട്രീയ ചരിത്രത്തിൽ വഴിത്തിരിവും സൃഷ്ടിച്ച സംഭവങ്ങളിലൊന്നാണ് ഗോദ്ര ട്രെയിൻ ദുരന്തം. അയോധ്യ സന്ദർശിച്ച് മടങ്ങുകയായിരുന്ന ഹിന്ദു തീർത്ഥാടകർ ഉൾപ്പെടെ 59 പേർ ഗുജറാത്തിലെ ഗോദ്ര റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിലുണ്ടായ അഗ്നിബാധയിൽ മരിച്ചു. 2002 ഫെബ്രുവരി 27 നടന്ന ഈ തീപിടുത്തം യാദൃച്ഛികമായി ഉണ്ടായ അപകടമാണെന്നും അതല്ല ട്രെയിനിന് മനഃപൂർവ്വം തീവയ്ക്കുകയായിരുന്നു എന്നും 2 അഭിപ്രായങ്ങളുണ്ട്. റെയിൽവേ മന്ത്രാലയം നിയോഗിച്ച ബാനർജി കമ്മീഷൻ തീപിടുത്തം ഒരു അപകടമാണെന്ന റിപ്പോർട്ടാണ് നൽകിയത്. അതേസമയം ഗുജറാത്ത് സർക്കാർ നിയോഗിച്ച നാനാവതി മേത്ത കമ്മീഷൻ ഗോദ്ര സംഭവം മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണെന്ന് റിപ്പോർട്ട് നൽകി. ഗോദ്ര ദുരന്തത്തെ തുടർന്ന് പൊട്ടിപ്പുറപ്പെട്ട ഗുജറാത്ത് കലാപം രാജ്യത്ത് വർഗീയ വേലിയേറ്റമുണ്ടാക്കി. ഔദ്യോഗിക കണക്കനുസരിച്ച് 790 മുസ്ലിങ്ങളും 254 ഹിന്ദുക്കളും ഉൾപ്പെടെ 1044 പേരാണ് ഗുജറാത്ത് കലാപത്തിൽ കൊല്ലപ്പെട്ടത്. എന്നാൽ അനൌദ്യോഗിക വിവരങ്ങൾ പ്രകാരം മരണസംഖ്യ 2000-ലധികമാണ്. ഗോദ്ര കേസിൽ സ്പെഷ്യൽ കോടതി 11 പ്രതികൾക്ക് നൽകിയ വധശിക്ഷ ഗുജറാത്ത് ഹൈക്കോടതി ജീവപര്യന്തം തടവായി ഇളവ് ചെയ്തു. ഉത്തർപ്രദേശിലെ അയോധ്യയിൽ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ആഭിമുഖ്യത്തിൽ 2002 ഫെബ്രുവരിയിൽ നടന്ന പൂർണാഹുതി മഹായജ്ഞത്തിൽ പങ്കെടുക്കാൻ ആയിരക്കണക്കിന് തീർത്ഥാടകർ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് എത്തിയിരുന്നു. അയോധ്യയിൽ നിന്ന് ഗുജറാത്തിലേക്ക് മടങ്ങുന്ന തീർത്ഥാടകരും കർസേവകരും അഹമ്മദാബാദിലേക്കുള്ള സബർമതി എക്സ്പ്രസ് ട്രെയിനിൽ കയറി. ഫെബ്രുവരി 27 രാവിലെ 7:45 ട്രെയിൻ ഗോദ്ര റെയിൽവേ സ്റ്റേഷനിലെത്തി. സബർമതി എക്സ്പ്രസിന്റെ സീറ്റിംഗ് കപ്പാസിറ്റി 1100 ആണെങ്കിലും 2000-ഓളം യാത്രക്കാർ അതിലുണ്ടായിരുന്നു. നിന്നു തിരിയാൻ ഇടമില്ലാത്ത വിധം തിങ്ങി നിറഞ്ഞിരുന്നു പല കോച്ചുകളും.